ഇവിടെ തമിഴ്നാട്ടിൽ വിജയണ്ണന്റെ നേതൃത്വത്തിൽ വൻ സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ വിദേശത്തു നിന്നും ഏപ്രിൽ 23 അണ്ണന്റെ ഫാൻസ് ആയതുകൊണ്ട് വോട്ട് ചെയ്യാൻ വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്നും സിംഗപ്പൂർ, കാനഡ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണ എവിടെ ചെന്നാലും ജനസാഗരമാണ്. മെയ് 4 കേരളത്തിലെ LDF അല്ലെങ്കിൽ UDF ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. കൂടിപ്പോയ BJP എത്ര വോട്ട് പിടിക്കുമെന്ന് മാത്രം നമുക്കറിയണം. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ 90 കിഡ്സ്, അതായത് 90 കിഡ്സ് തമിഴ് സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ 90% ആൾക്കാരും ഉറപ്പായിട്ടും വിജയ് ഫാൻസ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ എങ്ങനെ പോയാലും മെയ് 4 വിജയണ്ണൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഇനി എങ്ങാനും അധികാരം പിടിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ച് ഒരു സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ച എന്ന ഒരു ലേബല് ഇനി ഒരാൾക്കും പൊട്ടിക്കാൻ പറ്റൂല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. 22 പാർട്ടികളെ സപ്പോർട്ടുള്ള സ്റ്റാലിന്റെ DMK പാർട്ടിയുടെ ഒരു പരേഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്ന ആൾക്കാർ നമ്മുടെ വിജയണ്ണനെ കണ്ടപ്പം കൈ കൊടുക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെ ഇവിടുത്തെ LDF-ഉം കോൺഗ്രസും SDPI-യും പിന്നെ പണ്ട് കുടുംബാധികാരത്തിന് കൂട്ടു നിൽക്കില്ലെന്ന് പറഞ്ഞ കമലഹാസൻ ഉൾപ്പെടെ ഇപ്പൊ DMK-യിലെ പാർട്ടി ഓഫീസിലാണ് കിടന്നുറങ്ങുന്നത്. ഇതിൽ വിജയണ്ണൻ മത്സരിക്കുന്ന 2 സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച DMK-യുടെ 2 സീറ്റിലാണ് നമ്മുടെ അണ്ണൻ വിജയണ്ണന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കേരളത്തിൽ വോട്ട് ചെയ്തിരുന്ന ആൾക്കാർ തമിഴ്നാട്ടിലേക്ക് വോട്ട് മാറ്റിയ ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. എന്തായാലും മെയ് 4 പൂരമായിരിക്കും.